വിത്തിൻ്റെ ഓമ. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിനു ദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുളച്ചു വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിര്, തുടർന്ന് കതിരുകൾ, ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിനു കാലമാകുന്നതുകൊണ്ട് അവർ അരിവാൾ വയ്ക്കുന്നു. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളൊക്കെല്ലാം സുഖമാണോ? ഇപ്പം സന്ധ്യയായി. എൻ്റെ ചെല്ല മക്കളെല്ലാം ഈ സന്ധ്യാവേളയിൽ എല്ലാ മക്കളും നല്ല ശരീരസുഖവും സന്തോഷവും സമാധാനവും എല്ലാം എൻ്റെ ചെല്ല മക്കൾക്ക് കിട്ടട്ടെ. ഈ ത്രേസ്യാപുരത്തുള്ള മക്കളെയും അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കളെല്ലാം അവരും എൻ്റെ മക്കളെയാണ്. അവരോടെല്ലാം എനിക്ക് പിണക്കമെല്ലാം തീർന്നു മക്കളെ. ആരോടും എനിക്ക് പിണക്കമില്ല. പിതാവിൻ്റെ എനിക്ക് അവരെ സഹായം അത് എല്ലാ മക്കൾക്കും പള്ളിയിൽ എല്ലാ പാവപ്പെട്ട മക്കളും ഓടി വരുവിൻ മക്കളെ, സഹായം വേണമെന്നുള്ള. അത് അമ്മ വഴിയല്ല, അമ്മ കാവലാണ് നിൽക്കുന്നത്. അമ്മ വഴി പിതാവിൽ കൂടി വൈദ്യരിൽ കൂടിയാണ് അതൊക്കെ കിട്ടുന്നത്. അമ്മ അങ്ങനെയല്ലേ പറഞ്ഞ എൻ്റെ ചെല്ല മക്കൾ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം എന്ത് ചെയ്യണം? പള്ളിയിൽ വരണം. പള്ളിയിൽ വരണ മക്കൾക്ക്, ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കൾക്ക് ആ സഹായം പള്ളിയിൽ പിതാവിൽ കൂടി വൈദ്യരിൽ കൂടി അത് കിട്ടുകയുള്ളൂ. അതെൻ്റെ മകൻ വരും. അവനെന്ന് അത്രയ്ക്ക് പാവപ്പെട്ടവൻ്റെ ദൈവമാണ് എൻ്റെ ചെല്ല മക്കളെ. അതുകൊണ്ട് ഈ പാവപ്പെട്ടവൻ്റെ സഹായം അമ്മേരയിൽ കൂടെ തരണേ ചെല്ല മക്കളെ. എന്നുവെച്ചാൽ ദൈവത്തിനും പിതാവിനും എല്ലാവർക്കും സിസ്റ്റർക്കും എല്ലാം അവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടിയുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് വൈദ്യർക്ക് ഒന്നാം സ്ഥാനം വാങ്ങിച്ച് കൊടുക്കേണ്ടിയുണ്ട്. അമ്മ വഴി അത് നിറവേറേണ്ടിയുണ്ട് എൻ്റെ ചെല്ല മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. അതുകൊണ്ട് ഈ ത്രേസ്യാപുരത്ത് മക്കളോടൊന്നും എനിക്ക് ആരോടെയും പിണക്കമില്ല. പള്ളിയിൽ വരണ മക്കൾക്ക് ആ സഹായങ്ങൾ ഏറ്റവും ദരിദ്രമായി കഷ്ടപ്പെടുന്ന കുടുംബത്തിന് അവർ അത് സഹായം ചെയ്യും. അതുകൊണ്ട് എല്ലാ മക്കളും പള്ളിയിൽ വന്നാൽ ആ സഹായം ആർക്കൊക്കെ കിട്ടണമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ ഏറ്റവും പാവപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കിട്ടും. അത് ഈ പള്ളിയിൽ കൊടുത്തിട്ടേ അത് വേറുള്ള പള്ളിയിലോട്ടൊക്കെ പോവുകയുള്ളൂ. എൻ്റെ ചെല്ല മക്കളുള്ളതുകൊണ്ട് ത്രേസ്യാപുരം പള്ളിയിൽ എല്ലാവരും പള്ളിയിൽ എല്ലാ ദിവസവും മുടങ്ങാതെ വരാൻ പറ്റുന്നവർക്ക് വരാം. അല്ലെങ്കിൽ ഞായറാഴ്ചയെങ്കിലും എല്ലാവർക്കും പള്ളിയിൽ വരാൻ പറ്റുന്നവർക്കൊക്കെ പള്ളിയിൽ വരണവർക്ക് ഈ സഹായങ്ങൾ കിട്ടുകയുള്ളൂ ചെല്ല മക്കളെ. എൻ്റെ എല്ലാ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഗൾഫിലിരിക്കുന്ന മക്കളും പാലക്കാട് യേശു പ്രാർത്ഥിച്ചു. രാവിലെ ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നും ഒക്കെ പ്രാർത്ഥിച്ചു. പാലക്കാട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി താമസിക്കുന്ന ഒരു രോഗി വയ്യാതെ ഇരിക്കുകയാണെന്ന്. ഹോസ്പിറ്റലിൽ വയറ്റിന് എന്തോ പ്രശ്നം, ഒരു ഓപ്പറേഷൻ എന്തൊക്കെ വേണമെന്ന് വൈദ്യൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മയും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ചെല്ല മക്കൾക്കൊന്നും. പാലക്കാട് ഒരു രോഗിയല്ല, ഒത്തിരി രോഗികൾ. എല്ലാ മക്കളും ചിലപ്പോൾ രോഗികളായിരിക്കാം. കണ്ണീരോടെ ഇരിക്കുന്ന മക്കൾ, കണ്ണൂരിൽ കണ്ണീരോടെ ഇരിക്കുന്ന മക്കൾ, എല്ലാ ദേശങ്ങളിലും എല്ലായിടത്തും ഒരിടം പോലും അമ്മ വിടണില്ല മക്കളെ. എന്ന് വെച്ചാൽ ഒരാളെ വിട്ടിട്ട് ഒരാളെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്കത് വിഷമം വരും. എന്നാലും അമ്മ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ചെല്ല മക്കളെ എല്ലാവരുടെ വേദനകളും മാറട്ടെ. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല മക്കളെ. കാലടറുമ്പോൾ താങ്ങുന്നത് ദൈവമാണ് മക്കൾ, ആരുമില്ല. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം ദൈവത്തിനെ മുറുകെ പിടിക്കുക, വചനമായ ദൈവത്തിനെ മുറുകെ പിടിക്കുക. തിരുക്കുടുംബമായ കുടുംബത്തിനെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക. എൻ്റെ ചെല്ല മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. കണ്ണീരോടെ ഇരിക്കുന്ന മക്കളെ നിങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങളുണ്ടാവും എൻ്റെ ചെല്ല മക്കളെല്ലാം. അതുകൊണ്ട് സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കില്ല. അമ്മ രാവിലെ സംസാരിച്ചിട്ട് അതുകൊണ്ട് ഇപ്പം ഒരു ശകലം എൻ്റെ ചെല്ല മക്കളെല്ലാം. അതുകൊണ്ട് ഈ പിതാവിൻ്റെ കരുണയുടെ സഹായം എന്ത് ചെയ്യണം? അമ്മേരെ ഇതിൽ കൂടി സഹായിച്ചാലേ അമ്മയ്ക്ക് പിതാവിനെ വിളിച്ച് കൊടുക്കാൻ ഒരു ശകലം ഒക്കെ കൂടിയേ കൊടുക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? ഇല്ല. അമ്മയ്ക്ക് ഒത്തിരി ഇതിൽ പറഞ്ഞതുപോലെ ധാന്യമണികൾ ഒത്തിരി പാകമാകണം. എന്ന് വെച്ചാൽ ഒത്തിരി കൂടിയാലേ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അത് കൊയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ശകലമാണെന്ന് വെച്ചുകൊണ്ട് വിളിച്ച പിതാവ് വരൂല. അതുകൊണ്ടാണ് എൻ്റെ മക്കളെ ഞാൻ നാട് മൊത്തം എല്ലാ മക്കളെയും വിളിക്കുന്നത്. ഈ സഹായം എല്ലാ മക്കളും അമ്മയുടെ കരുണയുടെ സഹായം ചെയ്യണം. എൻ്റെ ചെല്ല മക്കളൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം ഒരു കുറവും ഉണ്ടാവില്ല. സങ്കടങ്ങളും ദുഃഖങ്ങൾ എല്ലാം മാറും. എൻ്റെ ചെല്ല മക്കൾ കരയണ മക്കൾക്കാണ് ഏറ്റവും പെട്ടെന്ന് രോഗസൗഖ്യവും ദൈവം കണ്ണീര് തുടയ്ക്കുന്നതും ഓരോരോ അനുഗ്രഹങ്ങളും. കടബാധിതയായിരിക്കണം എല്ലാ മക്കളെ കടബാധിതയും തീരും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവമേ ഉള്ളൂ മക്കളെ, ദൈവമേ ഉത്തരവുള്ളൂ. നിങ്ങളെ അടുത്ത് വലിയൊരു ശാഖയായിട്ട് അമ്മ വരും മക്കളെ. വലിയൊരു ശാഖയായി അമ്മ നിങ്ങളടുത്തൊക്കെ അമ്മ വരും. അങ്ങനെ ആകുമ്പോഴേ അമ്മയെ പിതാവ് അങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വളർന്നാലേ അമ്മ വളരുന്നുണ്ട്. പക്ഷേ കൊമ്പുകളും ശാഖകളൊക്കെ വരണ്ടേ നിങ്ങളടുത്തോട്ട് വരണം. അപ്പോഴേ അമ്മയ്ക്ക് നിങ്ങളടുത്തൊക്കെ എത്തിപ്പെടാൻ പറ്റും എൻ്റെ ചെല്ല മക്കളെല്ലാം. അതുകൊണ്ട് സന്തോഷമായിരിക്കണം.
നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. നിങ്ങളെ കുടുംബജീവിതം എല്ലാം അനുഗ്രഹമുള്ള കുടുംബജീവിതമായിട്ട് എന്ന് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ നിർത്തുകയാണ് മക്കളെ.